मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। നീ പേരക്ക കഴിക്കാണോ? അല്ല, നാരങ്ങയാണ്. കാണാൻ പേരക്കയെ പോലെയുണ്ട്. എടാ, ഞാനൊരു പേരക്ക കഴിക്കുന്നതിൽ ഇത്രയും വലിയ അതിശയം എന്താണടാ ഉള്ളത്? അല്ല, മാവിൽ എങ്ങനെയാണ് പേരക്ക ഉണ്ടാവുന്നത്? ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ. അപ്പൊ കടയിൽ പേരക്കയുടെ മരമുണ്ടോ? നിന്നെ എടാ, പഴക്കടയിൽ നിന്ന് പേരക്ക വാങ്ങിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞതാ. ശരി, പിന്നെ എന്തിനാണ് മാവിൽ കയറിയിരുന്ന് പേരക്ക കഴിക്കുന്നത്? മറ്റുള്ളവർ കൺഫ്യൂസ് ആയില്ലേ? എടാ ഹണി, നിനക്ക് എവിടെന്നാ ഇത്രയും വലിയ ബുദ്ധി? ഞാൻ ചോദിച്ചതിന് മറുപടി പറയേ. മാവിലിരുന്ന് ഇനി ഒരിക്കലും പേരക്ക കഴിക്കരുത്. കഴിച്ചാൽ എല്ലാവർക്കും പ്രശ്നമാണ്. നിന്നെ ഞാൻ സമ്മതിച്ചു. ലോകത്ത് ഞാൻ മണ്ടന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും ബുദ്ധിയില്ലാത്ത മണ്ടന്മാരെ കണ്ടിട്ടില്ല. സംശയമുണ്ടോ? ശരി ശരി, നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് ഞാൻ കിറ്റിയെ പൊക്കിക്കോളാം. പൈസ കിട്ടിയാൽ ഉടൻ തന്നെ നമുക്കത് വെച്ച് ബോംബ് വാങ്ങിക്കാം. എന്താ പറഞ്ഞേ? കിറ്റിയെ കിട്ടിയില്ലെന്നോ? ഞാൻ എല്ലാരോടും പറഞ്ഞു കഴിഞ്ഞതാണ്. ഇന്ന് ഗ്യാരേജിൽ വെച്ച് കിറ്റി അവർക്ക് കൊടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചതാണ്. ശരി, കിറ്റിയുടെ പൈസ കിട്ടിയാൽ ഉടൻ തന്നെ ഞാൻ 5:45 ട്രെയിനകത്ത് കയറിയിരിക്കും. അതിനുശേഷം നടക്കാൻ പോകുന്നത് വെടിക്കെട്ട്. കിറ്റി വലിയ പ്രശ്നത്തിലാണ്. എന്താ ചെയ്യാ? ആലോചിക്കുക ഹണി, ആലോചിക്കുക. എന്റെ അമ്മേ! എന്റെ കണ്ണിനകത്ത് സോപ്പ് പോയി. ഈ മോപ്പ് എനിക്ക് തന്നേ. എന്നെ പിന്നെ തല്ലിക്കോ. ആദ്യം എങ്ങനെ കിറ്റിയെ രക്ഷിക്കുന്ന ആലോചിക്കേ. കിറ്റിക്ക് എന്താ സംഭവിച്ചത്? സംഭവിച്ചതല്ല, സംഭവിക്കാൻ പോകുന്നതാ. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കിഡ്നാപ്പ്. എന്തേ? അതെ, ഒരു മനുഷ്യൻ കിറ്റിയെ കിഡ്നാപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അതെ, അവൻ ഫോണിൽ ആരോട് സംസാരിക്കുകയായിരുന്നു. കിറ്റിയുടെ പൈസ കിട്ടിയാൽ ഉടൻ ബോംബ് വാങ്ങാമെന്ന്. ബോംബോ? ബോംബിന്റെ കാര്യം കളയേ, നമുക്ക് ആദ്യം കിറ്റിയെ കുറിച്ച് ആലോചിക്കാം. കിറ്റിയെ തട്ടിക്കൊണ്ടുപോയി പൈസ വാങ്ങണം. അതാണ് അവരുടെ എല്ലാവരുടെയും പ്ലാൻ. വേഗം വാ, നമുക്കിത് കിറ്റിയോട് പറയാം. ആകാശത്തിലൂടെ വിമാനം പറക്കുന്നു. എന്നെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നു. അടികൈ സർ, ഇത് കൈയടിക്കാനുള്ള സമയമല്ല. കിറ്റിയെ കിഡ്നാപ്പ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. എടാ, നിങ്ങൾ അവളുടെ കൂട്ടുകാരല്ലേ? എന്നിട്ടാണോടാ കിറ്റിയെ നിങ്ങൾ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കുന്നേ? ഞങ്ങള് രക്ഷപ്പെടുത്താനുള്ള പ്ലാൻ ചെയ്യാണ്. കിഡ്നാപ്പ് ചെയ്ത് വേറെ ആൾക്കാരാ. അങ്ങയുടെ വീട്ടിലേക്ക് പോകാം. പക്ഷേ കിറ്റി വീട്ടിലില്ലല്ലോ. അപ്പൊ കിറ്റിയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയോ? എന്റെ അമ്മൂ, ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യേ. അതെ, 5 മിനിറ്റിന് മുമ്പ് ഒരുത്തൻ കിറ്റിയെ കിഡ്നാപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുകയായിരുന്നു. 5 മിനിറ്റ് മുമ്പോ? നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവളെ കിഡ്നാപ്പ് ചെയ്തിട്ടില്ല. എന്താ പറയുന്നേ? നന്നായി ടൊട്ടിക്കണമെങ്കിൽ വേണം ഗമ്മ്. കിറ്റി പോയിരിക്കുകയാണ് ജിമ്മ്. അടികൈ. ചിലപ്പോൾ അവർ കിറ്റിയെ ജിമ്മിൽ വെച്ച് കിഡ്നാപ്പ് ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കും. ഏത് ജിമ്മിൽ വെച്ചാണ് അവളെ കിഡ്നാപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അത് പിന്നെ തോത്താറാമിന്റെ ജിമ്മിൽ വെച്ച്. ഞാൻ തോത്താറാമിന്റെ ജിമ്മിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അവൾ അവിടെ എത്തിയിട്ടേ ഇല്ലല്ലോ. എന്താ? ഉറക്കം വന്നില്ലെങ്കിൽ നിങ്ങൾ ഓടാൻ നോക്ക്. എന്നിട്ട് ഇവനെ പിടിക്ക്. ഇവൻ വളരെ അപകടകാരിയാണ്. ഇവനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 1 ലക്ഷം രൂപ സമ്മാനം. ഇവനെ കുറിച്ച് വിവരം കിട്ടിയാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഉടൻ അറിയിക്കുക. പിന്നെ നിങ്ങൾ അവനെ ഒറ്റയ്ക്ക് പിടിക്കുവാൻ ശ്രമിക്കരുത്. അവന്റെ കയ്യിൽ തോക്കുമുണ്ടാകാം. ഇവനല്ലേ? ഇവൻ തന്നെയാണ് അവൻ. ഇവന്റെ ബാഗില് ഗണ്ണുണ്ടായിരുന്നു. ഇവൻ തന്നെ ആയിരിക്കും കിറ്റിയെ കിഡ്നാപ്പ് ചെയ്തത്. ഇവൻ തന്നെയാണ് തട്ടിക്കൊണ്ടുപോയി കാശ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ സിനിമയ്ക്ക് പോകുന്നത് വിട്ടേക്കാം. കിറ്റിക്ക് വേണ്ടി ഞാൻ കിഡ്നാപ്പർക്ക് പൈസ കൊടുത്തേക്കാം. അടികൈ. വേണ്ട, ആ കാശ് വെച്ചവൻ ബോംബ് വാങ്ങാൻ പോവുക. പൈസ കൊടുക്കേ ചെയ്യരുത്. എന്നാൽ ഇത്രയും വലിയ സിറ്റിയിൽ അവള് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക?
5:45 ട്രെയിനിന് പോവാനാ അവന്റെ പ്ലാൻ. കന്ന സാർ, അങ്ങ് ഇൻസ്പെക്ടർ പാണ്ഡെയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നേക്ക്. ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. വരൂ. ഹണി, ആളിനെ കണ്ട നിനക്ക് തിരിച്ചറിയാൻ കഴിയോ? അതെ, ഞാൻ അവനെ കണ്ടതല്ലേ. ഇപ്പോൾ സമയം 5:30 മണിയായി. ഇനി കുറച്ച് സമയം നമുക്കുള്ളൂ. ജോർദാർ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ആഹാ, ഇനി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അവനെ എങ്ങനെയും കണ്ടുപിടിക്കണം. അതാ പോകുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് പുറപ്പെടേണ്ട 5:45 ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് തന്നെ പുറപ്പെടുന്നതായിരിക്കും. അവനെ വിട്ടേക്കരുത്. പറയ്, കിറ്റി എവിടെയെന്ന് പറയ്. ഏത് കിറ്റിയെ കുറിച്ചാ നിങ്ങൾ ചോദിക്കുന്നേ? ഞാൻ എന്റെ മുത്തശ്ശിയെ കുറിച്ചാ പറഞ്ഞുകൊണ്ടിരുന്നത്. സോറി, അത് ഇയാളല്ല. ഡ്രസ് കണ്ടപ്പോ എനിക്ക് തോന്നിയത് അത് ഇയാളാണെന്നാണ്. ഞാൻ പുറകിന്ന് മാത്രമേ കണ്ടുള്ളൂ. ബ്ലാക്ക് ഡ്രസ്സിൽ കൺഫ്യൂസ് ആയി പോയതാ. സോറി ഏട്ടാ, സോറി. എന്തോന്ന് സോറി? കറുത്ത ഡ്രസ് ഇട്ടൊന്നും പറഞ്ഞു മനുഷ്യന്മാരെ ഇതുപോലെ തല്ലാൻ പാടില്ല കേട്ടോ. നിനക്ക് കിഡ്നാപ്പറിനെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമോ ഇല്ലേ? അതാ പോകുന്നു. ഇത് അവൻ തന്നെയാണോ? അതേ കൊച്ചളിയാ. നന്നായിട്ട് നോക്കിപ്പറ ഹണി. തൊപ്പി, ബാഗ് അയാൾ തന്നെയാ. എനിക്ക് ഒരു സംശയവുമില്ല. എടാ, ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്ക്. സംശയമുണ്ടോ? സംശയം ഒന്നുമില്ലെന്നേ, ഇത് അവൻ തന്നെയാണ്. ബാഗുമുണ്ട്, ഗണ്ണുമുണ്ട്. അപ്പൊ ബാഗിനകത്ത് ബോംബ് ഉണ്ടാകും. വേഗം പിടിക്കാൻ ഇയാളെ. അയാളുടെ കയ്യിൽ ബോംബുണ്ട്. ഇതിനകത്ത് പോകുന്നുണ്ടോ? ഓടിക്കോ, 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 വേഗം ഓടിക്കോ. അവിടെ നിൽക്ക്. എന്നെ തല്ലരുത്, എന്നെ തല്ലരുത്. മര്യാദയ്ക്ക് നീ പോലീസിൽ സറണ്ടർ അയക്ക്. എന്നാൽ ഞാൻ ചെയ്ത് തെറ്റെന്താണ്? കിറ്റിയെ നീ കിഡ്നാപ്പ് ചെയ്തോ? കൂടാതെ നിന്റെ കയ്യിൽ ബോംബുണ്ട്. എന്നിട്ടിപ്പോ എന്ത് ചെയ്തെന്ന് ചോദിക്കുന്നോ? ഞാൻ ആരെയും കിഡ്നാപ്പ് ചെയ്തിട്ടില്ല. ആ, എന്റെ കയ്യിൽ ബോംബുണ്ട്. ഇതാ എടുത്തോളൂ. കൊള്ളാം. ഈ ബോംബായിരുന്നോ? അതെ, നാളെ എന്റെ മോന്റെ പിറന്നാളാഘോഷ. അതിനു വേണ്ടിയാ, പിറന്നാൾ കൊഴിപ്പിക്കാൻ വേണ്ടി ആയതുകൊണ്ട് പോകുന്നത്. അത് ശരി. അപ്പൊ ഈ ഗണ്ണോ? ഇതോ? ഇത് കൊച്ചു കുട്ടികൾ കളിക്കുന്ന ഗണ്ണാ. അപ്പൊ ഈ കത്തിയോ? ഇത് വയറ് കട്ട് ചെയ്യാൻ. ഇത് മറ്റായുധങ്ങളും. ഞാൻ ഗാരേജിൽ വർക്ക് ചെയ്യുന്ന ആളാ. ഇയാള് കള്ളാ പറഞ്ഞത്. ഇയാള് പറഞ്ഞത് ഞാൻ കേട്ടതാ. ഇയാള് പറഞ്ഞു കിറ്റിയുടെ പൈസ കിട്ടിയാലുടൻ നമുക്ക് ബോംബ് വാങ്ങാന്ന്. കിറ്റി എവിടെയാണ്? കിറ്റി വീട്ടിലെത്തിക്കഴിഞ്ഞു. ഇദ്ദേഹം കിറ്റിയെ കിഡ്നാപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇതിനെ കിഡ്നാപ്പ് ചെയ്യുന്നേ. ഞങ്ങൾ മെക്കാനിക്കുകളെല്ലാം ഒന്നിച്ച് മാസം ചിട്ടിയിൽ പൈസ ഇടുകയാണ്. ഓരോ മാസം ഒരാൾക്ക് കിട്ടും. ഓരോ മാസവും ഓരോ ആൾക്കാർക്ക് 15,000 രൂപ കിട്ടും. ഈ മാസം ആ പൈസ എനിക്കാണ് കിട്ടിയത്. അതിൽ നിന്നാണ് ഈ ബോംബ് വാങ്ങിയത്. അത് ശരി. പിന്നെന്തിനാ വാണ്ടഡ് എന്നും പറഞ്ഞ് നിന്റെ ഫോട്ടോ ചുമരിലൊട്ടിച്ചിരിക്കുന്നത്? ഇതവനല്ല. ഇവനെ കാണാൻ അവനെ പോലെ ഉണ്ടെന്നേ ഉള്ളൂ. കഴുതേ, നീ കാര്യമൊന്നും അറിയാതെ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കിയല്ലേ? കഴുത ഇവനല്ല, നമ്മളാണ്. ഇവൻ പറഞ്ഞത് വിശ്വസിച്ചില്ലേ? സംശയമുണ്ടോ? ശരി, വരൂ. എന്തായാലും ആപത്തൊന്നും ഉണ്ടായില്ല. എല്ലാം ഇതോടെ തീർന്നു. ഒന്നും തീർന്നിട്ടില്ല. ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ഇവിടെ തന്നെയുണ്ട്. ബോംബ് സ്ക്വാഡും വന്നിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ തന്നെ സ്തംഭിച്ചിരിക്കുകയാണ്. ഞാൻ ഇവനെ വെറുതെ വിടില്ല. അവിടെ.
ദാ നോക്ക്, ഇവനാണ് ആ ഫോട്ടോയിലുള്ള തീവ്രവാദി. ആ? മഴ പെയ്തപ്പോൾ വീട് മുഴുവൻ ചോർന്നു. ഹണിയുടെ മണ്ടത്തരം കാരണം ഒരു പ്രശ്നം തീർന്നു. അടികൈ.